പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 70 കാറ്റഗറികൾക്കായി ജൂലൈയിൽ 30 പരീക്ഷ. 2025 ജൂലൈയിലെ എക്സാം കലണ്ടർ KPSCയുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാം കലണ്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷ എഴുതാൻ മെയ് 11-നകം കൺഫർമേഷൻ നൽകണം. 70 കാറ്റഗറികൾക്കായി 30 പരീക്ഷകൾ ജൂലൈയിൽ PSC നടത്തും. വിശദമായ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. മെയിൽ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ജൂലൈ 26-നും ഫീമെയിൽ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ജൂലൈ 19-നും നടത്തും. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പരീക്ഷ ജൂലൈ 9-നാണ് നടത്തുന്നത്. കൃഷി വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ പരീക്ഷ ജൂലൈ 4-ന് നടത്തും. കേരള ഫെഡിൽ അസിസ്റ്റന്റ് മാനേജർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, കയർ ഫെഡിൽ സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷകളും ജൂലൈയിലാണ്. ഫയർമാൻ ട്രെയിനി പരീക്ഷ ജൂലൈ 12-നും ഫയർമാൻ ഡ്രൈവർ പരീക്ഷ 15-നും നടത്തും. പോലീസ് ഡ്രൈവർ പരീക്ഷ 17-നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മരാമത്ത് വകുപ്പ്, ജലസേചന വകുപ്പ് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ പരീക്ഷ 23-ന് നടത്തും. വിവിധ വകുപ്പിൽ ക്ലർക്ക്, കന്നഡ, മലയാളം തസ്തികയ്ക്കുള്ള മുഖ്യ പരീക്ഷ ജൂലൈ 1-നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യ പരീക്ഷ ഒഴികെയുള്ളവ എഴുതാൻ ആഗ്രഹിക്കുന്നവർ പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകണം. മെയ് 11-ന് രാത്രി 12 മണിക്കാണ് ഉറപ്പ് നൽകാനുള്ള ലാസ്റ്റ് സമയം. കത്തിടപാടുകൾ നടത്താൻ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ പരീക്ഷാ കേന്ദ്രത്തിനായി അപേക്ഷകർക്ക് തിരഞ്ഞെടുക്കാം. അതിനായി ആവശ്യമെങ്കിൽ കത്തിടപാടുകൾക്കുള്ള വിലാസം പ്രൊഫൈലിൽ സ്വയം തിരുത്തിയ ശേഷം പരീക്ഷ എഴുതാനുള്ള ഉറപ്പ് നൽകണം. പരീക്ഷാ കലണ്ടറിനോടൊപ്പം പാഠ്യപദ്ധതിക്കുള്ള ലിങ്കും നൽകിയിട്ടുണ്ട്. പ്രാഥമിക പരീക്ഷ കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച അർഹതാ പട്ടികയിൽ ഉള്ളവർക്കെല്ലാം മുഖ്യ പരീക്ഷയ്ക്ക്, അതായത് മെയിൻ പരീക്ഷയ്ക്ക് സൗകര്യമുണ്ട്. ഇവർ പരീക്ഷ എഴുതാനായിട്ട് ഉറപ്പ് നൽകേണ്ടതില്ല. ഒന്നുകൂടിയും പറയാം, പരീക്ഷാ കലണ്ടറിനൊപ്പം പാഠ്യപദ്ധതിക്കുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളവർക്കെല്ലാം മെയിൻ പരീക്ഷയ്ക്ക് സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇവർക്ക് പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ നൽകേണ്ടതില്ല. ബാക്കി എല്ലാ പരീക്ഷകളുടെയും നെയിം ഓഫ് പോസ്റ്റ്, കാറ്റഗറി നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് വൈഡ് ഓർ ഡിസ്ട്രിക്ട് വൈസ്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ഫ്രം കൺഫർമേഷൻ ഡേറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും PSC സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് പോകാൻ. പരീക്ഷ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആ ഡേറ്റും ലേക്ക് എത്ര ദിവസമുണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് കൗണ്ട് ഡൗൺ ചെയ്ത് പഠിക്കണം. എന്നാലാണ് ആ പഠിത്തത്തിന് കറക്റ്റായിട്ടുള്ള സീരിയസ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതണം. ഒത്തിരി പരീക്ഷകളാണ് ഉള്ളത്. അതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.